ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ വന്ന ഫ്ലൈറ്റ് എനിക്ക് വേണ്ടി തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ ഇന്ന് നാട്ടിലേക്ക് പോകുന്ന ദിവസമാണ് കേട്ടോ. 2 മാസത്തെ വിസിറ്റ് ടപ്പയെന്നും പറഞ്ഞ് അങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന്. മുന്നേ വിചാരിച്ചത് ഇറങ്ങുമ്പോഴുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുക്കണം എന്നാട്ടോ. പക്ഷേ എങ്കിൽ സാഹചര്യം നമുക്ക് എതിരായതിനാൽ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. സാഹചര്യം എതിരെന്ന് വെച്ചാൽ നമ്മളെ ഹസ്ബൻഡിനെ അവിടെ ആക്കിയിട്ട് നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. എല്ലാവർക്കൊക്കെ ഒരു ധാരണ ഉണ്ട്, ഈ പ്രവാസി ഭാര്യമാർ ഗൾഫിലോട്ടേക്ക് പോകുമ്പോൾ അവളവിടെ സുഖിക്കാൻ പോയല്ലോ, ഒരു പണിയും ഒന്നും ചെയ്യണ്ടല്ലോ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒരു റൂമും ഒരു കിച്ചണും ഒരു ബാത്റൂം ആണെങ്കിൽ പോലും അവിടെ അതിൻ്റേതായ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 3 നേരം ഭക്ഷണം ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ റിസ്ക്കും കാര്യങ്ങളുടെ ഒക്കെ ഇടയിൽ എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ, എൻ്റെ മകൻ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് അതൊരു വലിയൊരു ഇതാണ്. മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ രക്ഷിതാക്കളുടെ പ്രസൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ എയർപോർട്ട് തൊട്ടേ ഒരാളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവൻ്റെ വാപ്പാന അവൻ ഓരോരുത്തരെ കാണുമ്പോഴും വാപ്പയാണോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാം. എനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പഴം പൊരിച്ചത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിച്ച് അവൻ കുറച്ച് ടൈം ഉറങ്ങി കേട്ടോ. നല്ല വെയിലുള്ളത് കൊണ്ട് ഇതൊക്കെ ഞാൻ ക്ലോസ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു മസാല ചായ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ എണീച്ചിട്ട് അവനിക്കൊരു ദീദീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനിക്ക് പ്രായത്തിലുള്ള മക്കളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരോടൊത്ത് ഇങ്ങനെ കുറേ കളിക്കും. അങ്ങനെ അവളോടൊത്ത് കുറച്ച് കളിച്ചാൽ അവൾ നടുവത്തെ സീറ്റിൽ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അവൾക്ക് അവൻ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്, അവൾ അവനക്കും വായിൽ വെച്ച് കൊടുക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ കളിക്കുന്നൊക്കെ ഉണ്ട്. കുറച്ചേരം ഇരുന്ന് പോയതിന് ശേഷം അവൻ പറഞ്ഞു ഇനി ഞാൻ കുറച്ച് നിന്ന് പോട്ടെ. അങ്ങനെ നിന്നിട്ട് ഓരോരോ കാഴ്ചകളൊക്കെ കാണുന്നതാണ്. കാഴ്ചകൾ കാണുന്നതിൻ്റെ ഇടയ്ക്ക് മുന്നത്തെ സീറ്റിലെ ആൾ ഉറങ്ങുമ്പോൾ അവരിങ്ങനെ തട്ടി വിളിക്കുന്നുണ്ട്. ഇങ്ങനെ മേഘങ്ങളെയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല പഞ്ഞി മുട്ടയൊക്കെ തിന്നാൻ ബുദ്ധിയാകുന്നുണ്ട്. ആ ഒരു ലുക്കിലാട്ടുള്ളത്. അങ്ങനെ നമ്മൾ കാലിക്കട്ട് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരാൾ അവിടെ തന്നെ ഇരിക്കുന്ന കേട്ടോ. അവൻ പിന്നെയും തിരിച്ച് പോകുന്നതെന്നാണ് തോന്നുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇനി നമ്മളെ ലഗേജ് കിട്ടുന്ന പരിപാടി കേട്ടോ. അങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് എൻ്റെ പെട്ടിക്ക് ചെറിയൊരു ചതവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇനി എനിക്ക് പെട്ടി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കണം കേട്ടോ. നല്ല കനമുള്ളതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് പറ്റിയല്ല. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ആൾക്കാരെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ 2-3 വയസ്സുള്ള ആൾക്കാരെയാണ് ഞാൻ കണ്ടത്. പക്ഷേ എങ്കിൽ ഓലോട് ഞാൻ പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ട് അവരുടെ ഊരാ കൈകാലുകൾ വേദനയൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഈ പെട്ടി എടുക്കുന്നതിനോടൊപ്പം അവർക്കത് കൂട്ടും. വെറുതെ എന്തിനാ. എയർപോർട്ടിൽ അത്യാവശ്യം നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ കൂട്ടാൻ വന്നവർ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, അവർ ബ്ലോക്കിലൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവനെയൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. ഇവന് ഭയങ്കര വിഷമത്തിലാട്ടോ. ഇവൻ്റെ വേണ്ടപ്പെട്ട ആരോ പോയോന്ന് ചോദിച്ചത്. അതിന് എന്നോട് ഭയങ്കരമായിട്ട് തലയൊക്കെ ആട്ടിയിട്ട് ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.